ഹായ്, ഞാൻ ഡോക്ടർ രാകേഷ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഈ വാബി സാബി എന്ന് പറയുന്ന ബുക്ക്. വാബി സാബി എന്ന് പറയുന്ന ബുക്ക് ഉണ്ടോ, ഇതിൻ്റെ കാര്യങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലും കണ്ടിന്യൂ ചെയ്യുന്നത്. ഇതൊരു ജാപ്പനീസ് ഫിലോസഫി ബേസ്ഡ് ആയിട്ടുള്ള ബുക്കാണ്. അതിൻ്റെ ഓതറിൻ്റെ പേര് നുബുവോ സുസുക്കി എന്നാണ്. അപ്പോൾ നമുക്കറിയാം, ജപ്പാനിലെ ആൾക്കാരാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ആൾക്കാർ. അപ്പോൾ അതിൻ്റെ പിന്നിൽ ചില ഫിലോസഫി അല്ലെങ്കിൽ ചില സീക്രട്സ് ഒക്കെ അവരുടെ ഇടയിലുണ്ടാവും. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഈ ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. അതിലൊരു കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അതിൽ രണ്ടാമത്തെ കാര്യമാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്, ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ അതിലൊരു കാര്യം അവർ പറഞ്ഞിട്ടുള്ളത് ഇംപെർഫെക്ഷൻസിൽ സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ്. ഈ വാബി സാബി എന്ന് പറയുന്നത് തന്നെ വിസ്ഡം ഇൻ ഇംപെർഫെക്ഷൻ, അതായത് എല്ലാ കാര്യങ്ങളും പരിപൂർണമായിരിക്കില്ല, ആ പരിപൂർണതയിൽ ഇല്ലായ്മയിൽ നമ്മൾ സന്തോഷം കണ്ടെത്തണം എന്നാണ് ഈ വാബി സാബി എന്നുള്ള ഒരു ബുക്ക് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അതിൽ രണ്ടാമതൊരു പ്രധാന കാരണം അവർ പറയുന്നത് ലൈഫിൽ എല്ലാ കാര്യങ്ങളും സ്ഥായി ആയിട്ടുള്ളതല്ല, അതല്ലെങ്കിൽ ഒരു പെർമനൻസ് ഉണ്ടാവില്ല, എല്ലാം ടെമ്പററി ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ആൾക്കാർ നാളെ കാണുമ്പോൾ അവരുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ടിവിയോ ഫ്രിഡ്ജോ ഒക്കെ ആയിക്കോട്ടെ, അപ്പോൾ ഇന്ന് കാണുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും, നാളെ ആകുമ്പോൾ അതിന് ചെറിയ കോട്ടങ്ങളോ ഡാമേജ് ഒക്കെ ഉണ്ടാവും. അത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. പ്രകൃതി തന്നെ എല്ലാ ദിവസവും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. നമുക്കറിയാമല്ലോ, ഇപ്പോൾ സ്റ്റാർസിനെയൊക്കെ നമ്മളിപ്പോൾ കാണുന്ന സ്റ്റാർസ് ശരിക്കും ഒന്നും അവിടെ എക്സിസ്റ്റ് പോലും ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ആ ഒരു ചേഞ്ച് എന്ന് പറയുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. ആ ചേഞ്ചിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ സഫറിങ്സ് ഒക്കെ കുറയുള്ളൂ. നമുക്ക് ഹാപ്പി ആയിട്ടും സമാധാനമായിട്ടും ദീർഘനാൾ ജീവിച്ചിരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് വാബി സാബി എന്ന് പറയുന്ന ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. ഒരു നല്ല കാര്യം അല്ലെങ്കിൽ ഒരു കറക്റ്റായിട്ടുള്ള കാര്യം ആയതുകൊണ്ടാണ് വീഡിയോയിൽ ഷെയർ ചെയ്തത്. താങ്ക് യു.